ഹലോ ഗായ്സ്, രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചീസ് ഫ്രൈ ആട്ടോ. പൊട്ടറ്റോ ചീസ് ബോളെന്ന് അതോടെ പറയാം. നമ്മൾ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് നമുക്ക് ചൂടാണ്. നല്ല ചൂടാണ്. നാലെണ്ണം എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ. നല്ലോണം പുഴുങ്ങിയെടുക്കണേ. ഇതുപോലെ ഇതില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് ഇത്തിരി ചൂടുണ്ട്. നമുക്ക് ഇതിനകത്ത് ചീസ് ഇടാം. ചീസ് പൊട്ടറ്റോ ചീസ് ബോളാണ്. അപ്പം ചീസും കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവേ. ഒരു 1/4 ടീസ്പൂൺ. ഇതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണമെന്നില്ല. പിന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ കുറച്ച് ചേർക്കണേ, ഒരു 4-5 സ്പൂൺ. ഇതിനകത്ത് നമ്മൾ കസ്തൂരി മേത്തി കേട്ടോ, അത് കുറച്ച് ആഡ് ചെയ്യണ്ടേ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം.
ഇപ്പം തന്നെ നല്ല സ്മെല്ലായിട്ടോ. വൈകുന്നേരത്തെ ചായക്കടി പൊട്ടറ്റോ ചീസ് ബോൾ. അതിൽ തുള്ളി ഓയിൽ ചേർത്തിട്ട് ഇതാക്കണമെങ്കിൽ കെട്ടിപ്പിടിക്കില്ല. എല്ലായിടും നല്ലപോലെ മിക്സ് ആവും. ലേശം ഉപ്പുണ്ടാകും നോക്കവേ. ചീസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നല്ല ഉപ്പുണ്ട്. പാകത്തിന് എല്ലാം ഉണ്ട്. എരിവും ഉപ്പും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് സ്കിപ്പായി. ഇതായപ്പോൾ കഴുകാനൊക്കെ പോണത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട് വേണ്ടാന്ന് വെക്കാമെന്ന്. പക്ഷെ എൻ്റെ മനസ്സനുവദിക്കല്ല. ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പാൻ എടുത്തത് വെച്ചാൽ ഓയിൽ ഒഴിക്കാവേ. ആവശ്യമുള്ള ഓയിൽ. അത് ബോളൊന്നും മുങ്ങാനുള്ള ഓയിൽ കേട്ടോ. ഞാൻ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യണത്. ഇത് നല്ല തെളിച്ചുള്ള എണ്ണയാണ്. പാം ഓയിൽ പോയല്ലേ. പാം ഓയിലൊക്കെ ഭയങ്കര കുറുകനല്ലേ, ഫാറ്റ് കൂടുതലാണ്. ഇത് നല്ല ഓയിലാണ് കേട്ടോ. ഗോൾഡ് വിന്നറിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കണമെങ്കിൽ കണ്ണാൻ വയ്ക്കണം. ഒഴിക്കാതെ ബോളൊന്നും മുങ്ങില്ല. ബോളൊക്കെ ഇതിൽ ഉരുട്ടിയിടാവേ. തുള്ളി എണ്ണ കയ്യിൽ ഇതാക്കിയിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ചീസൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കേ. എല്ലാവരും വീഡിയോ കാണണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ 2 ദിവസം ഇത്തിരി ഡാം അടിക്കുന്നുണ്ട്. കാരണം ആരും ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ കമൻ്റൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഇങ്ങനെ സങ്കടമാണ് എനിക്ക്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. 150 സബ്സ്ക്രൈബേ ഉള്ളൂ എനിക്ക്. ലൈക്കും കമൻറ്റും ഒക്കെ പിന്നെയുണ്ട്. സബ്സ്ക്രൈബ് ഭയങ്കര കുറവാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു ബോൾസ് പരത്തിയിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മൈദ അല്ല ഞാൻ ചേർത്തേക്കണ, കോൺഫ്ലോറിൻ്റെ പൗഡറാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് ഇത്തിരി കട്ടൻ വയ്ക്കാം. സുലൈമാനി ഇത്തിരി നാരങ്ങ നീരൊക്കെ ചേർത്ത് വയ്ക്കാം. ഇഞ്ചിയും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളെല്ലാ വീഡിയോസിനും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നാല് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കണം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേഗണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് കസ്തൂരി മേത്തി, ഒരു 1/4 ടീസ്പൂണ് ഇടിച്ച മുളക്, ചതച്ച മുളക്, റെഡ് ചില്ലിയുടെ. പിന്നെ ലേശം ഉപ്പ് കുറച്ചിടണം. കാരണം ഞാൻ മേടിച്ചേക്കണ ചീസിന് നല്ല ഉപ്പുണ്ടേ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാവണേ. അതിൽ നമ്മൾ ഇത്തിരി എണ്ണ തൂത്തിട്ട് ചെയ്യണമെങ്കിൽ തരി വേസ്റ്റ് ആവില്ല കേട്ടോ. വേസ്റ്റ് ആക്കാൻ പാടില്ല ഫുഡ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായേ. എണ്ണ ഇപ്പുറത്ത് വെക്കാം. വീഡിയോ കാണാൻ
ഇച്ചിരി കൂടെ. ഇപ്പോഴത്തെ കട്ടൻ ചായ വെക്കാവേ. അപ്പോൾ നമുക്ക് മുളകിടാം. നല്ലോണം ചൂടായിട്ടുണ്ടേ. ഈ നല്ലോണം കുറച്ച് വെക്കണേ, പെട്ടെന്ന് ഇതായിരിക്കും. നല്ല സ്മെല്ലട്ടാ കസ്തൂരി മെത്തിയൊക്കെ ഇട്ടപ്പോൾ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ്. പിന്നെ ഈ കസ്തൂരി മെത്തി ചിലർ വാങ്ങിക്കില്ല. അപ്പോൾ നമ്മുടെ ഉലുവ ചീര വാങ്ങിക്കുമ്പോൾ അത് ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി, ഉണക്കി വെച്ചാൽ മതി. ഇവിടെയുള്ള കട്ടൻ ചായ വെക്കാവേ. നമ്മുടെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. നമുക്കൊരു കഷ്ണം ഇഞ്ചി ചതച്ചിടാവേ. നമ്മുടെ കറണ്ട് പോയേ. നമ്മൾ പിന്നെ ഒരുപാട് ഇളക്കരുത് കേട്ടോ. ഇത് ഇടുമ്പോൾ കുറച്ച് നേരം പിടിക്കും ഫ്രൈ ആവാൻ. നമ്മൾ ഇഞ്ചി ഇട്ടു, ഒരു ലക്ഷം പത്ത് ഇട്ടു, രണ്ട് ഗ്രാമ്പ് ചതച്ചിടാം. ഒരു ഏലക്ക ഇട്ടു,
നമ്മൾ ഇടുമ്പോൾ വലിയ തവിയിട്ടൊന്ന് ഇളക്കിയതായി പോകുന്നു. ഒന്ന് പൊട്ടറ്റോ അല്ലേ സോഫ്റ്റ് ആയിട്ടിരിക്കണതാണ്. നല്ല ടേസ്റ്റ് ആയിക്കോട്ടോ. നല്ലൊരു ബ്രൗൺ കളറാണ്. നമ്മുടെ ചായ തിളച്ചു. മൂന്നാർ ചായപ്പൊടിയാണ് കേട്ടോ. നല്ല സൂപ്പർ ചായപ്പൊടിയാണ്. അത് തരിതരി പോലിക്കല്ലോ സ്വർണ്ണ നിറമായിരിക്കും. നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണേ. അത് കിട്ടിയതാണ് കേട്ടോ. അത് ടൂറ് പോയവർ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡൻ പൊട്ടറ്റോ ചീസ് ബോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഇച്ചിരി അപ്പപ്പൊടിയില്ലേ അതിട്ടാലും മതി കേട്ടോ. അതാണ്. അപ്പം നമ്മുടെ കട്ടൻ റെഡിയായി. ഇത് കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയം പിടിക്കും കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ചാൽ കഴിഞ്ഞു. അപ്പം നമ്മുടെ ചായ റെഡി. അടിപൊളി ചായയാണ് കേട്ടോ. എല്ലാം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പം നമ്മുടെ ഗോൾഡൻ പൊട്ടറ്റോ റെഡി. ചേട്ടോട്ടെ ഇപ്പം ഇടപ്പാ അല്ല, ഞാൻ 4 പൊട്ടറ്റോ എടുത്തുള്ളേ. കുറേ ഉണ്ടാവും ഓർത്ത് കുറച്ചുള്ളൂ. മതി ഉള്ളത് കൊണ്ടോണം. ഇതിൻ്റെ വീഡിയോസ് കാണുന്നത് പ്ലീസ് ലൈക്ക് ചെയ്യും. എൻ്റെ അടുത്ത് ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും പ്ലീസ്. ഞാൻ എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വെച്ചാൽ എനിക്ക് പറ്റാത്ത കേസ് പറയുമ്പോൾ ദേഷ്യപ്പെടും കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. ആ നേരത്തൊക്കെ ഉള്ളൂ. പിന്നെ കാണുമ്പോൾ എനിക്ക് അവരോട് മിണ്ടിപ്പോലുള്ളൂ. ബോള് നല്ല ബൂന്ന് ബൂം ബൂം വേണ്ട ബൂം ബൂം പോലെ. അല്ല, ഗോൾഡൻ പൊട്ടാറ്റോ ചീസ് നമുക്ക് വേണ്ട. ഈ പാത്രത്തിൽ തന്നെ മാച്ചാണത്. നല്ല മാച്ചിങ്ങാണ്. നല്ല സൂപ്പർ മാച്ചിങ്. നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ലേശം നാരങ്ങ നീര് ഒഴിക്കാവേ. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഈ ക്ലൈമറ്റ് ഭയങ്കര മോശം. ഭയങ്കര മോശം. എല്ലാവർക്കും പനിയും ജലദോഷവും
തുമ്മലും ചീറ്റലും മൂക്ക് വീഴ്ക്കലും ഒക്കെയാണ്. നമുക്ക് മധുരം കഴിക്കാതിരുന്ന് നോക്കും, കഴിക്കും. മധുരം കഴിച്ചാൽ ഭയങ്കരമായിട്ട് തടി വയ്ക്കും. അപ്പോൾ കഴിക്കും, ലേശമൊക്കെ കഴിക്കും. ഒരുപാട് കഴിക്കുമ്പോൾ നമ്മുടെ ഇതാവട്ടെ. ഇതെന്താ വെച്ചാൽ എന്താ ചൂടാണ്, ഞാൻ പൊട്ടിച്ച് കാണിക്കാതെ. രക്ഷയില്ല. ഒരുപാട് ആളുകളുടെ വീട്ടിലൊക്കെ 1 കിലോ പൊട്ടറ്റോ എടുത്ത് 1/4 കിലോ കോൺഫ്ലവറിൻ്റെ പൗഡർ, 1 സ്പൂണ് മുളക്, പിന്നെ ചതച്ച മുളക്, പിന്നെ ഒരു 50 ഗ്രാം 100 ഗ്രാം വേണം 1 കിലോ പൊടി, 100 ഗ്രാം ചീസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പുള്ള ചീസാണെങ്കിൽ നോക്കിയിടണം കേട്ടോ. നമ്മുടെ കറണ്ട് പോയി. പൊടിക്കാൻ പണിയണേ കണ്ട സോഫ്റ്റ്, പുറകുവശം നല്ല ക്രിസ്പി, ഉള്ളിൽ കസ്തൂരി മേത്തി, ചില്ലി ഫ്ലവറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ പൊട്ടറ്റോയുടെ ഒക്കെ. അപ്പോൾ നമ്മുടെ സുലൈമാൻ ഇതേ പട്ട, ഗ്രാമ്പ്, ഏലക്ക ചേർത്ത് ചായ, പിന്നെ ചെറുനാരങ്ങ നീര്. ഈ ചായ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണുണ്ടോ? പട്ട, ഗ്രാമ്പ്, ഏലക്ക, നാരങ്ങ നീര്, പിന്നെ 3 ചായപ്പൊടിയും കൂടെ ആയതുകൊണ്ട് സൂപ്പർ, നല്ല ചായപ്പൊടി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. വണക്കം, ബായ്.